മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈം ഡൈലേഷൻ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഒരു തെറ്റായ ഒബ്സർവേഷനിൽ നിന്നാണ് ടൈം ഡൈലേഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ തിയറിക്ക് പറയാനുള്ളത്. കാരണം ആ കാലഘട്ടത്തിൽ പ്രകാശം കണികകളായി സഞ്ചരിക്കുന്നു എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന്, ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന് ഈ വസ്തുവിൻ്റെ വേഗതയും പ്ലസ് പ്രകാശത്തിൻ്റെ വേഗതയും കൂട്ടേണ്ടതില്ല എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ വെടിവെച്ചാൽ പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ വാഹനത്തിൻ്റെ വേഗതയും ഉണ്ടയുടെ വേഗതയും കൂട്ടിയിട്ടാണ് ഉണ്ടയുടെ വേഗത മനസ്സിലാവുക. അതേസമയം വാഹനത്തിലിരിക്കുന്ന ആൾക്ക് അദ്ദേഹം നിലവിൽ അതേ വാഹനത്തിൻ്റെ വേഗത കൈവരിക്കുന്നത് കൊണ്ട് പിന്നെ ഉണ്ടയുടെ വെലോസിറ്റി മാത്രം പരിഗണിച്ചാൽ മതി. പ്രകാശത്തിന് പക്ഷേ അത്തരം ഒരു ഒബ്സർവേഷൻ ഇല്ല. കാരണം പ്രകാശം ഒരു ഒബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ്. പ്രകാശം തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിശ്ചിത ദൂരത്തിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് വാഹനങ്ങൾ അവ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ അവ എത്താനുള്ള സമയത്തെ കണക്കാക്കി നമ്മൾ സമയം സ്ലോവായി, സമയം വലിച്ചു നീട്ടപ്പെട്ടു എന്നൊന്നും പറയില്ല. ഉദാഹരണത്തിന് ആറ്റോമിക് ക്ലോക്കുകൾ നിർമ്മിക്കുമ്പോൾ അവയിൽ എത്ര പ്രാവശ്യം ആറ്റങ്ങൾ സ്പന്ദിക്കുന്നു, ഇലക്ട്രോണുകൾ സ്പന്ദിക്കുന്നു, ആറ്റങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ എത്ര പ്രാവശ്യം പുറപ്പെടുവിക്കുന്നു എന്നതിനെ കണക്കാക്കിയാണ് നമ്മൾ ആറ്റോമിക് ക്ലോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സർഫേസിൽ ഉള്ള ആറ്റങ്ങളിൽ നിന്ന് ഒരേ നമ്പർ എണ്ണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവയുടെ വെലോസിറ്റി മാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സർഫേസ് മാറുമ്പോൾ ഇതേ നമ്പർ എണ്ണം കിട്ടിക്കൊണ്ടിരിക്കണം എന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു 65-70 പ്രാവശ്യം മിടിക്കുന്നു ഒരു മിനിറ്റിൽ എന്ന് കണക്കാക്കി ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ ക്ലോക്ക് ശരാശരി 70 ആകുമ്പോൾ എൻ്റെ ക്ലോക്കിൽ ഒരു മിനിറ്റ് രേഖപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് എണ്ണം കൂടിയാൽ എൻ്റെ സമയം ചെറുതായി അല്ലെങ്കിൽ കുറച്ച് ഇരിക്കുമ്പോൾ എൻ്റെ സമയം വലുതായി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സെൻസിബിൾ, ഇറ്റ്സ് നോട്ട് ആസ് എ കോമൺ സെൻസ്, ഇറ്റ്സ് നോട്ട് സെൻസിബിൾ. ഓക്കെ, അതിന് നമ്മളൊരു സമയത്തിൽ എത്ര പ്രാവശ്യം മിടിക്കുന്നു, ആ മിടിപ്പുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം വന്നത്, അല്ലാതെ സമയത്തിലല്ല വ്യത്യാസം വന്നത്. സമയം എന്നത് മനുഷ്യൻ വ്യത്യസ്ത ഇടവേളകളിലെ ദൈർഘ്യം അളക്കാനുണ്ടാക്കിയ മസ്തിഷ്കം രൂപപ്പെടുത്തിയ യൂണിറ്റാണ് എന്നാണ് ഞാൻ ആ പോസ്റ്റിൽ എഴുതിയത്. ഓക്കെ, അത് അതുപോലെ തന്നെയാണ്. ഇത് വ്യത്യസ്ത നിരീക്ഷണങ്ങളിൽ നിന്ന് വരുന്ന പാകപ്പിഴവുകൾ നിലവിലെ ശാസ്ത്രത്തിൽ തുടരുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഇത്തരം നിരീക്ഷണങ്ങളുമായിട്ടാണോ ഈ ശാസ്ത്രം ഇനിയും മുന്നോട്ട് പോകുന്നത്? സ്വാഭാവികമായും എൻ്റെ ആശയത്തിൽ വന്ന തിയറികൾ ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് താല്പര്യമുള്ളവർ സ്വീകരിച്ചാൽ മതി. എനിക്കതിന് പ്രത്യേകിച്ച് നിങ്ങൾ അവാർഡൊന്നും തരണമെന്നില്ല. ഓക്കെ, പക്ഷേ എന്നെ ഇതുപോലെ വീണ്ടും തുറന്ന് പറയാനും ചിന്തിക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും എനിക്ക് വലിയ ആഹ്ലാദമാണ്. അതിന് നിങ്ങൾ അനുവദിക്കുക എന്നേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, ബൈ.